ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2002 റിലീസായ സ്കൂബി ഡൂ എന്ന സിനിമയുടെ കഥയാണ്. അപ്പൊ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്കൂബി ഡൂ ടീമിനെയും കുറിച്ചൊരു കാര്യം പറയാം. സാധാരണ ഇവർ എവിടെ പോയി കഴിഞ്ഞാലും ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവം അവിടെ ഉണ്ടാവും. ഇവരാണെങ്കിൽ അതൊക്കെ പൊളിച്ചെടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു കാര്യമാണ് ഈ ടീം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ തുടങ്ങുമ്പോൾ സിറ്റിയിൽ ഒരു ടോയ് ഫാക്ടറിയിൽ ഒരു ഗോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ലൂണ ഗോസ്റ്റ് എന്നാണ് അതിന്റെ പേര്. അതിനെ പിടിക്കാനാണ് സ്കൂബി ഡൂ ടീം അങ്ങോട്ട് പോയിരിക്കുന്നത്. ആദ്യം തന്നെ ഈ സ്കൂബി ഡൂ ടീമിലുള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ സ്കൂബി ഡൂ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, അതൊരു പട്ടിയാണ്. പിന്നെ സ്കൂബിയുടെ ഒരു സന്തത സഹചാരിയുണ്ട്, അവന്റെ പേര് ഷാഗി എന്നാണ്. അവർ ഒരുമിച്ചാണ് എപ്പോഴും നടക്കുന്നത്. പിന്നുള്ള ഒരാളുടെ പേര് ഫ്രെഡ് എന്നാണ്. പിന്നെയുള്ളത് 2 ലേഡീസ് ആണ്. അതിലെ മുടിയൊക്കെ താഴേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന പെണ്ണിന്റെ പേര് വെൽമ എന്നും മറ്റവളുടെ പേര് ഡാഫ്നി എന്നുമാണ്. ഇപ്പൊ ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ആ ടോയ് ഫാക്ടറിയിൽ ലൂണ ഗോസ്റ്റിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇവർക്ക് നേരത്തെ അറിയാം ഇത് യഥാർത്ഥ ഗോസ്റ്റ് അല്ല, ഇത് വെറും ഉടായിപ്പാണെന്ന്. അങ്ങനെ കുറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവർ ആ ലൂണ ഗോസ്റ്റിനെ പിടിച്ചു. അതിനെ തുടർന്ന് അവിടെ മീഡിയയും ആൾക്കാരെല്ലാം കൂടിയിരിക്കുകയാണ്. ഈ ലൂണ ഗോസ്റ്റ് എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. ഈ മുഖംമൂടിയും അതുപോലെ പ്രേതത്തിന്റെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് ഇയാൾ നടക്കുന്നത്. ഇയാൾ പറക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ശരീരത്തിനകത്ത് ചെറിയൊരു മെഷീൻ ഉണ്ട്. അത് വെച്ചിട്ട് ശരീരത്തിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബലൂൺ വീർപ്പിച്ചിട്ടാണ് അയാൾ മുകളിലേക്ക് പറക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്കൂബിയും ടീമും കൂടെ ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ അവര് തമ്മിൽ ചെറിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നത് ഡാഫ്നിയാണ്. ഇങ്ങനെ ഇവരെന്തിനെങ്കിലൊക്കെ പിടിക്കാൻ പോകുമ്പോൾ എപ്പോഴും അതിനകത്ത് പെട്ടുപോകാറുള്ളത് ഡാഫ്നിയാണ്. ഫ്രെഡ് ഇപ്പോൾ അവളെ നല്ല രീതിയിൽ കളിയാക്കാൻ തുടങ്ങി. അത് അവൾക്ക് വല്ലാത്ത രീതിയിൽ ഇറിറ്റേഷൻ ആവുന്നുണ്ട്. മാത്രമല്ല വെൽമയ്ക്കും ചില പ്രശ്നങ്ങളുണ്ട്. ഇവർ ഈ ഗോസ്റ്റിനെ പിടിക്കാൻ പോകുമ്പോൾ അതിൽ മെയിൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഈ വെൽമയാണ്. എന്നാൽ സംഭവമൊക്കെ കഴിഞ്ഞ് ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നത് ആ ഫ്രെഡും. ഇപ്പൊ ഇന്നത്തെ ദിവസം ആ ഗോസ്റ്റിനെ പിടിച്ചപ്പോഴും ആ പത്രക്കാരുടെ മുമ്പിൽ അതിന്റെ ക്രെഡിറ്റ് എടുത്തതും ഫ്രെഡാണ്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അവർ തമ്മിലുള്ള ആർഗ്യുമെന്റിൽ ഇനി നമ്മൾ ഒരുമിച്ച് നിന്നാൽ ശരിയാവത്തില്ല, നമുക്ക് ഇവിടെ നിന്ന് പിരിയാന്നും പറഞ്ഞിട്ട് ആ ടീം അടിച്ചു പിരിയാണ്. ഇപ്പൊ അടിച്ചു പിരിയാതെ ബാക്കിയുള്ളത് ഷാഗിയും സ്കൂബിയും ആണ്. ഇവർ തമ്മിൽ ഒരിക്കലും പിരിയത്തില്ല. അങ്ങനെ 2 വർഷങ്ങൾ കഴിഞ്ഞു. സ്കൂബിയും ഷാഗിയും കൂടെ ഇപ്പൊ അവരുടെ ഒരു വാനിൽ ബീച്ചിലിരിക്കുകയാണ്. എന്നാൽ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ അവർ അന്വേഷിച്ചു വരുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദ്വീപിലൊരു പ്രശ്നമുണ്ട്. അത് ആ ദ്വീപിലുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കിലാണ്. അതിന്റെ ഓണറിന്റെ പേര് എമിൽ എന്നാണ്. അവിടെ എന്തോ ഗോസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് സോൾവ് ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ട് വരണം എന്നാണ് അയാൾ ഷാഗിയുടെ അടുത്ത് പറയുന്നത്. എന്നാൽ ഷാഗി പറയുന്നത് ഇങ്ങനത്തെ പ്രശ്നം സോൾവ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഞങ്ങൾ നിർത്തിയിട്ട് 2 വർഷമായി, അതുകൊണ്ട് ഞങ്ങളെ വിട്ടേക്ക് എന്നാണ് ഷാഗി പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സ്ഥലത്തേക്കല്ല ഞങ്ങൾ വിളിക്കുന്നത്. ആ ദ്വീപിന്റെ പേര് സ്പൂക്കി ഐലൻഡ് എന്നാണ്. അതിന്റെ ഓണറായ എമിലാണെങ്കിൽ നല്ല കോടീശ്വരനും. നിങ്ങൾ ചോദിക്കുന്ന പൈസ അവർ തരും. മാത്രമല്ല നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഫുഡും അവിടെ കിട്ടും എന്നാണ് അയാൾ പറയുന്നത്. ഇഷ്ടം പോലെ ഫുഡ് കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ഷാഗിയുടെയും സ്കൂബിയുടെയും കണ്ണ് തള്ളി. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവർ വരാമെന്ന് സമ്മതിക്കുകയാണ്. എന്നാൽ ഷാഗിയെ മാത്രമല്ല എമിൽ ക്ഷണിച്ചിരിക്കുന്നത്, ബാക്കി എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് പരസ്പരം അത് അറിയത്തില്ല. ഇപ്പൊ എയർപോർട്ടിൽ വെച്ചിട്ട് അവരെല്ലാവരും കണ്ടുമുട്ടുമ്പോഴാണ് അവരെല്ലാവരും ഇപ്പോൾ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. ആദ്യമൊന്നും അവർ പോകാൻ താല്പര്യം കാണിക്കത്തില്ലെങ്കിലും ഷാഗി ഇടപെട്ടിട്ട് അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാണ്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ അടിച്ചു പിരിഞ്ഞ് നിൽക്കുന്നത്? ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചായിരുന്നില്ലേ? ഇങ്ങനെ പിരിഞ്ഞ് ജീവിക്കേണ്ടവരല്ല നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാഗി അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ഈ സമയം സ്കൂബി അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഫ്ലൈറ്റിൽ പട്ടികളെ പറ്റാത്തതുകൊണ്ട് അവരവനെ ഷാഗിയുടെ ഗ്രാൻഡ് മദർ ആണ് എന്ന രീതിയിൽ ഇങ്ങനെ ഒരുക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴാണ് ഷാഗി ഒരു ലേഡിയെ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ അവളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഈ ലേഡിയുടെ പേര് മേരി ജെയിൻ എന്നാണ്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും അവളെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഷാഗി ഇപ്പം നടത്തുന്നത്. ഇപ്പൊ അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഷാഗി സ്കൂബിയെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പറഞ്ഞുവിടാണ്. എന്നാൽ ഈ സമയം സ്കൂബി ഇരിക്കുന്നതിന്റെ അടുത്തായിട്ട് ഒരു പൂച്ച ഇരിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ സ്കൂബി അവരുടെ ഗ്രാൻഡ് മദർ ആണെന്നാണ്. എന്നാൽ പൂച്ചയ്ക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ പൂച്ച ബഹളം വെക്കാൻ തുടങ്ങി. പൂച്ചയെ കാണുമ്പോൾ സ്കൂബിക്കും സഹിക്കുന്നില്ല, അവനും ബഹളം വെക്കാണ്. അങ്ങനെ സ്കൂബി ബഹളം വെക്കുന്ന കാണുമ്പോൾ പൂച്ച പേടിച്ചോടി. സ്കൂബി ആണെങ്കിൽ വിടുവോ, അത് ഉടനെ തന്നെ അതിന് പുറകെ ഓടുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ ഫ്ലൈറ്റ് ആ സ്പൂക്കി ഐലൻഡിൽ ലാൻഡ് ചെയ്തു. അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ആ എമിൽ അവിടെ നിൽക്കുന്നുണ്ട്. അയാളിപ്പം അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അവരുടെ അടുത്ത് പറയാണ്. അതായത് ഇവിടെ കുറെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തോ ഒരു കാരണം കൊണ്ട് അവർക്കെല്ലാം ചെകുത്താൻ കൂടിയിരിക്കുകയാണ്. അവരെല്ലാവരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റുഡൻസ് മാത്രമല്ല, യങ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ആ പ്രേതം കൂടുന്നത്. എമിൽ ഇപ്പം അവിടെ നിൽക്കുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസിനെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവർ ആ സ്റ്റുഡൻസിനെ നോക്കുമ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരു ലേഡിയുടെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. നമ്മൾ കുറെ കാലമായല്ലോ കണ്ടിട്ട്, നിനക്കെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ ആ ലേഡിയുടെ ശരീരത്തിൽ ചെകുത്താൻ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ദേഷ്യത്തോടെ അവളുടെ ആ ഫ്രണ്ടിനെയും പൊക്കിയെടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് സ്കൂബിയും കൂട്ടരാകെ ഞെട്ടി നിൽക്കുകയാണ്. എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. മാത്രമല്ല എന്ത് സംഭവിച്ചാലും ഇതിന്റെ മിസ്റ്ററി ഞങ്ങൾ സോൾവ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്നാണ് വെൽമ എമിലിന്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ എമിലിന് ശരിക്കും ആശ്വാസമായി. അങ്ങനെ സമയം രാത്രിയായി. ഇപ്പൊ പാർക്കിന്റെ ഒരു ഭാഗത്ത് ഒരു ഗുഹയുണ്ട്. ഇപ്പൊ കുറെ ആദിവാസികളെ പോലെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വന്നിരിക്കുന്നത് മൊത്തം സ്റ്റുഡൻസ് ആണ്. ഇവരുടെ എല്ലാ ശരീരത്തിലും ആ ബാധ കൂടിയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ വെൽമ അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഒരു മൊട്ടത്തലേനും ഒരു ജിമ്മിനും അങ്ങോട്ട് വരുന്നത്. ഈ മൊട്ടത്തലേന്റെ പേരാണ് നുഗു ടൗണ. ഈ ജിമ്മന്റെ പേര് സാർക്കോസ്. ആ മൊട്ടത്തലയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ വന്നുപെട്ടിരിക്കുന്ന ഈ ദ്വീപുണ്ടല്ലോ, ഇവിടെ പല സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു തരത്തിലുള്ള ജീവികളാണ് ഈ സ്ഥലം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനിടയിലാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് എമിൽ എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ട് ഇവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് കെട്ടിയത്. അതിനെ തുടർന്ന് ആ ജീവികളെല്ലാവരും നല്ല ദേഷ്യത്തിലാണ്. എങ്ങനെയെങ്കിലും അവരുടെ പ്രതികാരം തീർക്കണം എന്ന ആഗ്രഹവുമായിട്ടാണ് അവറ്റകൾ നടക്കുന്നത് എന്നൊക്കെയാണ് ആ മൊട്ടത്തല ഇങ്ങനെ പറയുന്നത്. അങ്ങനെ അയാൾ സംസാരിച്ചുകൊണ്ട് നേരെ പോകുന്നത് വെൽമയുടെ അടുത്തേക്കാണ്. അതിനുശേഷം അയാൾ അവളുടെ അടുത്ത് പറയുന്നത്, എന്താ ഞാൻ പറഞ്ഞ കാര്യം കേട്ട് നീ പേടിച്ചു പോയോ? സത്യമാണ്, അത് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അയാൾ അവിടുത്തെ തീയിലേക്ക് വിരലുകൊണ്ടാണ്. ഈ സമയം ആ തീയിൽ നിന്നും ഒരു ഭീകര ജീവിയുടെ രൂപം പൊങ്ങി വരുന്നുണ്ട്. എന്നാൽ അത് കാണുമ്പോൾ വെൽമയ്ക്ക് ചിരിയാണ് വരുന്നത്. ഇതാണോ നിങ്ങളുടെ ഭീകരജീവി? ഇത് വെറും പറ്റിപ്പാണ്. നിങ്ങളുടെ ആ ഗുഹയുടെ പല ഭാഗങ്ങളിലായിട്ടും പ്രൊജക്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അടിക്കുന്ന ഒരു ഹോളോഗ്രാഫിക് പ്രൊജക്ഷൻ അല്ല ജീവി, വെറുതെ നിങ്ങൾ ആളെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ എന്നാണ് വെൽമ പറയുന്നത്. അപ്പൊ അവൾ ആ കാര്യം കണ്ടുപിടിച്ചുകൊണ്ട് പിന്നെ ആ മൊട്ടത്തലം കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇതേ സമയം തന്നെ ഷാഗിയും സ്കൂബിയും കൂടെ അവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സ്ഥലത്തൂടെ നടക്കുകയാണ്. അതിനിടയിലാണ് അവിടെ കടയിൽ നിൽക്കുന്ന ഒരാള് സ്കൂബിക്ക് ഒരു ഫോൺ ഉണ്ടെന്ന് പറയുന്നത്. അത് കേട്ട ഉടനെ സ്കൂബി ആ ഫോൺ അറ്റൻഡ് ചെയ്തു. ആ ഫോണിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഹാംബർഗർ വേണോ? വേണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള കാട്ടിലേക്ക് പോരെ എന്നാണ് അയാൾ പറയുന്നത്. ഈ സ്കൂബി ആണെങ്കിൽ ഹാംബർഗറിന്റെ ഒരു ഫാനാണ്. ഇപ്പൊ അത് കിട്ടുന്നു കേട്ടതും അവൻ വേഗം ആ കാട്ടിലേക്ക് ഓടി. എന്നാൽ സ്കൂബി അവിടുന്ന് പോയതറിയാതെ ഷാഗി ആണെങ്കിൽ ആ മേരിയും കൊണ്ട് നടക്കുകയാണ്. ഇതേ സമയം തന്നെ ഡാഫ്നി ആണെങ്കിൽ ഇപ്പൊ നടന്ന് ബീച്ചിൽ ഒരു സ്ഥലത്തെത്തി. അവൾ നോക്കുമ്പോൾ അവിടെ ഒരു ഷെഡ് കെട്ടിയിരിക്കുകയാണ്. അതിനകത്തൊരുത്ത് നിൽക്കുന്നുണ്ട്. അവനൊരു ചത്ത കോഴി അവിടെ തൂക്കിയിട്ടിട്ട് എന്തോ ആചാരക്രിയകളൊക്കെ നടത്തുകയാണ്. അതും കണ്ടുകൊണ്ടാണ് ഡാഫിനി അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ഡാഫിനി അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നീ ആരാണ്? ഞാൻ ഇവിടെ ഒരു കർമ്മം നടത്തുന്നത് കണ്ടില്ലേ, ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ, ചത്ത കോഴീനെ വെച്ചിട്ടാണോ കർമ്മം നടത്തുന്നത്? അവൾക്ക് സംശയമായി. അതെ, ഇവിടെ ചത്ത കോഴികളെ വെച്ചിട്ടാണ് കർമ്മം നടത്തുന്നത്. എനിക്കിപ്പോൾ അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല, നീ ഇവിടുന്ന് പോവാൻ നോക്ക്. അയാൾ വീണ്ടും പറയുന്നു, ഓക്കെ ഞാൻ പോവാം. പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. ഇവിടുത്തെ സ്റ്റുഡൻസിന് എന്തൊക്കെയോ സ്ട്രേഞ്ച് ആയിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. നിനക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ചൊരു ക്ലൂ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അവൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. ഓ, അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നാണല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്ക്. പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഇവിടെ അന്വേഷിച്ച് ഇവിടെയുള്ള കോട്ടയിലേക്കൊന്നും പോയേക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവൻ പോലും ബാക്കി ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ കോട്ടയുടെ ചിത്രം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ, അപ്പൊ നീ ഉടായിപ്പാണല്ലേ? ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വന്നിരിക്കുന്ന എന്നോട് ആ കോട്ടയിലേക്ക് നീ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പോവും എന്ന കാര്യം നിനക്കറിയാം. അതിനു വേണ്ടിയിട്ടല്ലേ നീ എന്നോട് ഇങ്ങനെ പറയുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത്. നോക്ക് മിസ്, ഞാൻ നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു. പോവാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവളവിടെ നിന്ന് പറഞ്ഞു വിടാണ്. ഇതേസമയം സ്കൂബി ആണെങ്കിൽ ആ ഹാംബർഗറും അന്വേഷിച്ചിട്ട് ഇപ്പൊ കാട്ടിലെത്തി. പെട്ടെന്നാണ് ഒരു ഭീകര ജീവി അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അതിനെ കണ്ടതും അവൻ അവിടെയുള്ള ഒരു മരത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറാണ്. എന്നാൽ ജീവി അവനെ വിടുന്നില്ല. അതും അവന്റെ പുറകെ പോകാൻ തുടങ്ങി. എന്നാൽ ആ ജീവി അവനെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആ മരത്തിൽ നിന്ന് ചാടി. അതോടുകൂടെ മരം പുറകിലേക്ക് പോവാണ്. അതിൽ നിന്നും ആ ജീവിയാണെങ്കിൽ തെറിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്കൂബി ഷാഗിയുടെ അടുത്തെത്തി. അതിനുശേഷം മോൺസ്റ്റർ ഉണ്ട് അവിടെ എന്നൊക്കെ അവൻ പറയാൻ തുടങ്ങി. എന്നാൽ ഷാഗി നോക്കുമ്പോൾ അവിടെ വേഷം കെട്ടിയ ഒരു മോൺസ്റ്റർ നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചായിരിക്കും സ്കൂബി പറയുന്നത് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ഡാഫിനി അങ്ങോട്ട് വരുന്നത്. നമുക്കൊരു സ്ഥലം വരെ പോകണമെന്നും പറഞ്ഞിട്ട് അവൾ ഷാഗിയെയും സ്കൂബിയെയും കൂട്ടി നേരെ ആ കോട്ടയിലേക്കാണ് പോകുന്നത്. കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ഒരു കോട്ടയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്ക് പേടിയാണ് എന്നാണ് ഷാഗി പറയുന്നത്. എന്നാൽ ഈ സമയം ഡാഫിനി ആണെങ്കിൽ ചില ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് സ്കൂബിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അപ്പൊ സ്കൂബി വരുന്നോണ്ട് ഷാഗി അവരുടെ പുറകെ പോയി. എന്നാൽ അവർ ആ കോട്ടയ്ക്ക് അകത്തേക്ക് എത്തുമ്പോൾ വെൽമയും ഫ്രെഡും അവിടെ നിൽക്കുന്നുണ്ട്. അവർ കുറച്ച് സമയമായിട്ട് അതിനകത്ത് അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ അവർ നോക്കിയിട്ട് സൂപ്പർ നാച്ചുറൽ ആയിട്ട് അവിടെ ഒന്നും കണ്ടിട്ടില്ല. എങ്കിലും എന്തോ ഇവിടെ ഉണ്ട്, നമുക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവർ പല ഭാഗങ്ങളിലേക്ക് ചെന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഷാഗി സ്കൂബിയും കൊണ്ട് പോയിരിക്കുന്നത് അവിടുത്തെ ഒരു ഡൈനിങ് ഹാളിലേക്കാണ്. അവരവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ മേശയിലായിട്ട് കുറെ ഫുഡൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. വളരെ കൗതുകത്തോടെ അവരതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം ഡാഫിനി ആണെങ്കിൽ അവിടെയുള്ള റൂമിലേക്കാണ് പോയിരിക്കുന്നത്. അവൾ നോക്കുമ്പോൾ അവിടെ ഒരു ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിൽ 2 വലിയ മരക്കഷ്ണങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അവൾ ഉടനെ തന്നെ ആ മരം അവിടെ നിന്ന് എടുത്തു മാറ്റാണ്. ഈ സമയം ഫ്രെഡും വെൽമയും കൂടെ അവിടെയുള്ള ഒരു കോറിഡോറിലേക്കാണ് പോയിരിക്കുന്നത്. അവരതിലെ നടക്കുന്നത് അവിടെ നിന്ന് 2 കണ്ണുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. അതൊരു കുള്ളനായിരുന്നു. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവിടുത്തെ ഒരു കൺട്രോൾ റൂമിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ഒരു ലിവർ താഴ്ത്തുകയാണ്. അതോടുകൂടെ ആ കോട്ടയ്ക്കകത്തെ കറണ്ട് വന്നു. മാത്രമല്ല പവർ വന്നുകൊണ്ട് അവിടെയുള്ള മുഴുവൻ മെഷീൻസ് ഓണായി. ഈ സമയം ഡാഫിനി ആണെങ്കിൽ ആ റൂമിൽ തന്നെയാണ്. ഇപ്പൊ പവർ ഓൺ ആയതുകൊണ്ട് ആ ഡോർ ഓപ്പൺ ആയി. മാത്രമല്ല അവിടെ നിന്നൊരു വണ്ടി വന്നിട്ട് അവൾ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഈ സമയം സ്കൂബിയും ഷാഗിയും ആ ഡൈനിങ് ഹാളിൽ തന്നെയാണ്.
അവിടെയുള്ള മുഴുവൻ മെഷീൻസ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഭക്ഷണ സാധനങ്ങളൊക്കെ അവരുടെ കഴുത്തിൽ ചുറ്റിയിട്ട് അവരിങ്ങനെ പുറകിലേക്ക് വലിക്കുകയാണ്. ഇതേസമയം വെൽമയും ഫ്രെഡും അവിടുത്തെ മെഷീനൊക്കെ ഓൺ ആയിരിക്കുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് ഓടി ഒരു സ്ഥലത്തേക്ക് എത്തി. എന്നാൽ ഇപ്പോൾ അവർ എത്തിച്ചേർന്ന സ്ഥലത്ത് പെൻഡുലം പോലൊരു സാധനം ഇരിക്കുന്നുണ്ട്. അതിനറ്റത്ത് മൂർച്ചയുള്ള മഴുവാണ്. അതിങ്ങനെ വളരെ വേഗത്തിൽ അവർ ഓടുന്ന സ്ഥലത്ത് കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാൻ തുടങ്ങി. അതിനകത്ത് എങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും മരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിലൊന്നും കുടുങ്ങാതെ വളരെ സൂക്ഷിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അവർക്ക് മുന്നിൽ ഡെഡ് എൻഡ് ആണ്. ആ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും അവിടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ആ മഴവാണെങ്കിൽ അവന്റെ തൊട്ടടുത്തെത്തി. എന്നാൽ അപ്പോഴേക്കും അവനൊരു പുസ്തകം എടുത്തു. ആ മഴ അവന്റെ ദേഹത്ത് കൊള്ളുമ്പോൾ അവൻ ആ പുസ്തകം മുന്നിൽ വെച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനൊന്നും പറ്റിയില്ല. പകരം അവൻ അവിടെ നിന്ന് തെറിച്ചു പോവാണ്. അങ്ങനെ അവൻ നേരെ ചെന്ന് വീഴുന്നത് ആ കൺട്രോൾ റൂമിൽ വെച്ചിരിക്കുന്ന ആ ലിവറിലാണ്. അതോടുകൂടെ ആ മെഷീൻസ് ഒക്കെ ഓഫ് ആവുകയും ചെയ്തു. എന്നാൽ അവിടെ നിൽക്കുന്ന കുള്ളനെ അവൻ കണ്ടിട്ടില്ല. അങ്ങനെ ഫ്രെഡും വെൽമയും ആ കൺട്രോൾ റൂമിന്റെ അകത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവരവിടുത്തെ TV ഓൺ ആക്കുമ്പോൾ അതിലെന്തോ ട്രെയിനിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഈ സമയം തന്നെ ഡാഫ്നി ആണെങ്കിൽ വേറൊരു റൂമിലേക്ക് എത്തി. അവൾ നോക്കുമ്പോൾ അവിടെ പിരമിഡ് പോലെ ചെറിയൊരു സാധനം കാണുന്നുണ്ട്. അവൾ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിലൊന്ന് ടച്ച് ചെയ്യാണ്. അതോടുകൂടെ അതിങ്ങനെ താമര പോലെ വിടർന്നു. അതിൽ ഈ പഴയ കാലത്ത് എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ ആ പിരമിഡ് എടുക്കുകയാണ്. അതോടുകൂടെ അവളിപ്പോൾ നിന്നിരുന്ന ഭാഗം മൊത്തം ക്ലോസ് ആവാൻ തുടങ്ങി. എന്നാൽ അത് പൂർണ്ണമായിട്ട് അടയുന്നതിന് മുമ്പ് അവൾ ആ ചെറിയ പിരമിഡുമായിട്ട് പുറത്തേക്ക് ചാടി. ഇതേ സമയം ഷാഗിയും സ്കൂബിയും ഇപ്പൊ വേറൊരു റൂമിലാണ്. അവർക്ക് നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു ഗെയിം കളിക്കുകയാണ്. ആരാണ് നല്ല രീതിയിൽ ഗ്യാസ് പുറത്തുവിടുക, ആ ഗെയിമാണ് അവർ കളിക്കുന്നത്. അങ്ങനെ ആ ഗെയിമിംഗ് അവിടെ നടക്കുന്നതിനിടയിലാണ് ഡാഫ്നി ആ പിരമിഡുമായിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ കുള്ളനാണെങ്കിൽ അവിടുത്തെ ഒരു അലാറം ഓണാക്കി. ആ അലാറത്തിന്റെ ശബ്ദം കേട്ടതും എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവരെല്ലാവരും ഓടിച്ചെല്ലുന്നത് ഒരു കോറിഡോറിലേക്കാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ അലാറത്തിന്റെ ശബ്ദം കേട്ടിട്ട് ആ ജിമ്മനും അയാളുടെ കൂട്ടാളികൾ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ട ഉടനെ അവിടെ കുറച്ച് പ്രതിമകൾ വെച്ചിട്ടുണ്ട്. സ്കൂബിയും കൂട്ടരും വേഗം ആ പ്രതിമകൾക്കിടയിലേക്ക് കയറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും സ്കൂബിയും ടീമിനെയും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ആ കുള്ളൻ നേരെ ആ ജിമ്മന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ആ പിരമിഡ് അവരെടുത്തോണ്ട് പോയെന്നാണ്. അത് കേട്ട് ജിമ്മനാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ആ പിരമിഡിനെ പറയുന്നത് ഡേമൺ റിച്ചസ് എന്നാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം സ്കൂബിയും കൂട്ടരും നേരെ പോകുന്നത് ആ എമിലിന്റെ അടുത്തേക്കാണ്. അങ്ങനെ അയാളെ കാണുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പൊ ഇവിടെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. ഞങ്ങളിപ്പോൾ സംശയിക്കുന്നത് 3 പേരെയാണ്. അതിൽ ആദ്യത്തേത് ആ നുഗൂട്ടുവാന, രണ്ടാമത്തേത് ഞങ്ങൾ ആ കോട്ടയിലേക്ക് പറഞ്ഞു വിട്ടവൻ, മൂന്നാമത്തേത് നിങ്ങളാണ്. പക്ഷെ ഇതിനൊന്നും ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്തായാലും ഇവിടുത്തെ ആൾക്കാരെ കൂടെ ഞങ്ങളൊന്ന് ചോദ്യം ചെയ്യട്ടെ, അതിനുശേഷം ഞങ്ങളുടെ ഫൈനൽ ഡിസിഷൻ പറയാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പിരിയാണ്. ഇപ്പൊ തന്നെയും കൂടെ സംശയിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ എമിലിന് ശരിക്കും അത്ഭുതമായി. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നാണ് അയാൾ ഇങ്ങനെ സ്വയം പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. വെൽമ ഇപ്പം അവിടുത്തെ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് ആ പിരമിഡ് ചെക്ക് ചെയ്യാണ്. അതിൽ കുറെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ അവൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവൾ അവിടെ വെച്ച് പരിചയപ്പെട്ട അവളുടെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. അവനെ കാണുമ്പോൾ അവൾ ആ ഡേമൺ റിച്ചസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ നീ ചെയ്യുന്നത് ഈ ജോലിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എന്റെ പഴയ കാലത്തെ ഓർമ്മകളാണ് എനിക്ക് വരുന്നത്. നിനക്കറിയോ ഞങ്ങളുടെ ടീം എന്ത് സന്തോഷത്തോടെയാ ജീവിച്ചിരുന്നതെന്ന്. ഞങ്ങൾക്കിടയിൽ ഒരു ഈഗോയും ഇല്ലായിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു ഞങ്ങൾ. എന്നാൽ ഇപ്പൊ നീ കാണുന്നവർ മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്, ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അത് ചെറിയൊരു പട്ടിക്കുട്ടിയാണ്. സ്ക്രാപ്പി ഡൂ എന്നായിരുന്നു അവന്റെ പേര്. അവൻ ഈ പ്രേതങ്ങളൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. ഈ പ്രേതങ്ങളുണ്ട് എന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കലും ആ പ്രേതങ്ങളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരെല്ലാവരും ഇടിച്ചു തോൽപ്പിക്കണം, എന്നിട്ട് അവന്റെ പപ്പി പവർ എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെയായിരുന്നു സ്കാപ്പി ഡൂവിന്റെ ആഗ്രഹങ്ങൾ. പ്രേതങ്ങളൊന്നും ഇല്ലാന്ന് അവരെത്ര പറഞ്ഞിട്ടും അവനതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. മാത്രമല്ല ഈ സ്ക്രാപ്പി ഡൂവിനെ കൊണ്ട് അവർക്ക് ഭയങ്കര ശല്യമായിരുന്നു. ഏത് സമയവും ബഹളം വെക്കും. മാത്രമല്ല ഒരു ദിവസം യാത്രക്കിടയിൽ അവൻ ഡാഫ്നിയുടെ ദേഹത്തേക്ക് മൂത്രം ഒഴിച്ചു. ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം അവർ അന്നത്തെ ആ യാത്രയിൽ അവർ വണ്ടിയിൽ നിന്ന് അവനെ ഇറക്കി വിട്ടു. പിന്നീട് അവരവനെ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെൽമ ഇപ്പം അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അവരവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നത്. എന്നാൽ പെട്ടെന്നാണ് കുറെ ജീവികൾ ആ റെസ്റ്റോറന്റിനകത്തേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അതിലൊരു ജീവി ആദ്യം പിടിക്കുന്നത് ഫ്രെഡിനെയാണ്. അതിനുശേഷം അവന്റെ മുഖത്തേക്ക് അതിന്റെ വായ തുറക്കുന്നു. അതോടുകൂടെ വല്ലാത്തൊരു മണമാണ് അടിക്കുന്നത്. അങ്ങനെ അവന്റെ ബോധം പോവാണ്. ഈ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ അവിടെ നിന്ന് പേടിച്ചോടുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് ഒരു ജീവി പിടിക്കുന്നത് ആ വെൽമയാണ്. എന്നാൽ അത് അവളെ കടിക്കാൻ തുടങ്ങുമ്പോൾ അവൾ അതിന്റെ വായിൽ ചവിട്ടാൻ തുടങ്ങി. എന്നാൽ ഈ സമയം ആ ജീവി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ താഴേക്ക് കൊണ്ടുവന്നിട്ട് അവളുടെ മുഖത്ത് നോക്കിയിട്ട് വായ തുറക്കുകയാണ്. അതോടുകൂടെ അവളുടെ ബോധം പോയി. ഈ സമയം തന്നെ ആ മൊട്ടത്തലേൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവനിപ്പോൾ നൈസായിട്ട് ആ പിരമിഡ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഡാഫിനി അങ്ങോട്ട് ചെന്നിട്ട് ആ പിരമിഡ് എടുക്കുന്നു. ഈ സമയം ആ എമിലും അവിടെ നിൽക്കുന്നുണ്ട്. അവൾ അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്നൊരു ജീവി വന്നിട്ട് എമിലിനെയും പിടിച്ചോണ്ട് പോകുന്നത്. അതിനിടയിൽ ഷാഗിയും കൂട്ടിന് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ അവർക്ക് ഇതുവരെയായിട്ട് സ്കൂബിയെ കിട്ടിയിട്ടില്ല. സ്കൂബി ആണെങ്കിൽ ഇപ്പൊ നൈസായിട്ടൊരു പെട്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അവൻ ആ പെട്ടി ഉരുട്ടിക്കൊണ്ട് മുന്നോട്ട് പോവാണ്. എന്നാൽ ഈ സമയത്താണ് ഒരു ജീവി വന്നിട്ട് ആ പെട്ടി പോക്കുന്നത്.
അങ്ങനെ ആ പെട്ടി മാറ്റിയിട്ട് ആ ജീവി സ്കൂബിയെ പിടിക്കാൻ തുടങ്ങുമ്പോൾ സ്കൂബി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ജീവിയുടെ കയ്യിലെ നഖം മൊത്തം കടിച്ചങ്ങോട്ട് മുറിച്ച് കളയുന്നു. അതിനുശേഷം അത് അവിടുന്ന് ഓടാൻ തുടങ്ങി. ജീവി എത്ര ശ്രമിച്ചിട്ടും അവനെ പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ നേരെ പോയിട്ട് ഒരു ട്രോളി എടുത്തു. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ അതിനകത്തേക്ക് കയറ്റി. എന്നിട്ട് പെട്ടെന്ന് അവിടുന്ന് പോവാണ്. അങ്ങനെ കുറെ പോയിട്ട് അവൻ ആ ട്രോളിയുമായിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ചാടുന്നു. ഈ സമയം ആ ജീവികളും ചാടുന്നുണ്ട്. എന്നാൽ അവറ്റകൾക്ക് അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കിട്ടിയ ആൾക്കാരെ മൊത്തം ആ ജീവികൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ വെച്ചിരിക്കുന്ന വലിയൊരു പോട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണ് ഷാഗിയും കൂട്ടരും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ അവിടുത്തെ പ്രശ്നങ്ങൾ മൊത്തം അടങ്ങിയിട്ടുണ്ട്. അവര് നോക്കുമ്പോൾ ആ ജീവികളൊന്നും അവിടെ കാണുന്നില്ല. മാത്രമല്ല ആ സ്റ്റുഡൻസ് ഒക്കെ കൂടെ അവിടെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഷാഗി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഫ്രെഡും ആ സ്റ്റുഡൻസിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവിടെ അലാറം അടിക്കുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നത്. അതോടുകൂടെ ഫ്രെഡിന്റെയും അവന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഭാവം മാറി. അവർ ഉറക്കെ അലറാൻ തുടങ്ങി. അത് കാണുമ്പോൾ അപ്പൊ ഫ്രെഡിനും ചെകുത്താൻ കൂടി എന്ന കാര്യം ഷാഗിക്ക് മനസ്സിലായി. അവൻ ഉടനെ തന്നെ സ്കൂബിയും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അത് കാണുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ആ പട്ടിയെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഫ്രെഡും കൂട്ടരും അവരുടെ പുറകെ ഓടാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ ജിമ്മനാണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ഡാഫ്നിയുടെ അടുത്തേക്കാണ്. അവൻ ഉടനെ തന്നെ അവളെ പിടിച്ചിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ പിരമിഡ് എടുക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും ഷാഗിയും സ്കൂബിയും അവിടെയുള്ള റൂമിന്റെ അകത്ത് കയറി വാതിലടച്ചു. എന്നാൽ അപ്പോഴേക്കും ഫ്രെഡും കൂട്ടരും അങ്ങോട്ടെത്തി. അവർ ആ വാതിൽ പൊളിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഷാഗിയും സ്കൂബിയും അവിടെ വെച്ചിരിക്കുന്ന വണ്ടി കാണുന്നത്. അവർ രണ്ടുപേരും ഓരോ വണ്ടിക്കകത്ത് കയറിയിട്ട് പെട്ടെന്ന് തന്നെ ആ റൂമിന്റെ വാതിലും പൊളിച്ചിട്ട് പുറത്തേക്ക് ചാടുകയാണ്. അങ്ങനെ വേഗത്തിൽ അവർ വണ്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് മേരി ഷാഗിയുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ അവൻ ഉടനെ തന്നെ അവളെയും വണ്ടിക്കകത്ത് കയറ്റി. എന്നാൽ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഈ മേരിക്കും ഇപ്പൊ ചെകുത്താൻ കൂടിയിട്ടുണ്ട്. എന്നാൽ അവന്റെ പുറകിലിരിക്കുന്നതുകൊണ്ട് ഷാഗി ഇത് കണ്ടിട്ടില്ല. എന്നാൽ മറ്റേ വണ്ടി ഓടിക്കുന്ന സ്കൂബിക്ക് അത് മനസ്സിലായി. അങ്ങനെ ഒരു ഗുഹയുടെ മുന്നിൽ എത്തിക്കഴിയുമ്പോഴാണ് അവർ വണ്ടി നിർത്തുന്നത്. ഈ സമയം അവൾക്ക് ചെകുത്താൻ കൂടിയതുകൊണ്ട് സ്കൂബി ആണെങ്കിൽ അവളെ ഓടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ സ്കൂബി അവളുടെ അടുത്ത് അങ്ങനെ പെരുമാറുന്നത് ഷാഗിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഉടനെ തന്നെ വന്നിട്ട് സ്കൂബി അവിടുന്ന് പിടിച്ചു മാറ്റി. എന്നാൽ സ്കൂബി ആണെങ്കിൽ വിട്ടുകൊടുക്കുന്നുമില്ല. അങ്ങനെ സ്കൂബിയും ഷാഗിയും തമ്മിൽ അവിടെ കടന്ന് അടികൂടാൻ തുടങ്ങി. അതിനിടയിലാണ് താഴത്തെ ഒരു ഡോർ ഓപ്പൺ ആയിട്ട് സ്കൂബി അതിന്റെ അടിയിലേക്ക് വീണു വന്നത്. അത് കണ്ട ഉടനെ ഷാഗി അവന്റെ പുറകെ ചാടാണ്. അങ്ങനെ അവൻ എത്തിച്ചേരുന്നത് ഒരു ഗുഹയ്ക്കുള്ളിലാണ്. ഷാഗി ഇപ്പം ആ ഗുഹയ്ക്കകത്ത് സ്കൂബിയെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ കുറെ നടന്ന ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അവിടെ വലിയൊരു പാത്രം വെച്ചിരിക്കുന്ന അവൻ കാണുന്നത്. അതിനകത്ത് എന്തോ വെള്ളം പോലെയുണ്ട്. ഷാഗി അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ വെള്ളത്തിനകത്ത് ആത്മാക്കളാണ്. എന്നാൽ ഇത് വെള്ളമല്ല, ഇതിനെ പറയുന്നത് പ്രോട്ടോപ്ലാസം എന്നാണ്. ആ ജീവികൾ പിടിച്ചോണ്ട് വന്നിരിക്കുന്ന എല്ലാവരുടെയും ആത്മാക്കളാണ് അതിനകത്തുള്ളത്. ഈ സമയം ഷാഗി അതിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ആ ആത്മാക്കളുടെ ഇടയിൽ നിന്നും വെൽമയുടെ ആത്മാവ് അവനെ വിളിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൻ ആ ആത്മാവിനെ പൊക്കിയെടുക്കുകയാണ്. അത് കാണുമ്പോൾ എന്തായാലും എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ഷാഗി. ഇനി നീ എന്നെ വിട്. എനിക്ക് ഉടനെ തന്നെ എന്റെ ശരീരത്തിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. അല്ലെങ്കിൽ അവർ നിന്നെയും പിടിച്ച് ഇതിന്റെ അകത്തേക്ക് ആക്കും എന്നാണ് അവൾ പറയുന്നത്. അതിനെ തുടർന്ന് അവൻ അവളെ വിട്ടു. അതോടുകൂടെ വെൽമയുടെ ആത്മാവ് നേരെ പോകുന്നത് അവളുടെ ബോഡി അന്വേഷിച്ചാണ്. അങ്ങനെ ആ ആത്മാവ് അതിന്റെ ബോഡി കണ്ടെത്തിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. എന്നാൽ ആത്മാവ് വെൽമയുടെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ അവളുടെ ശരീരത്തിൽ നിന്നും ഒരു ഭീകരജീവി പുറത്തേക്ക് വരികയാണ്. എന്നാൽ ഈ ജീവികൾക്ക് സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവറ്റകൾ രാത്രി വരുന്നത്. ഇപ്പൊ സൂര്യപ്രകാശം ആ ജീവിയുടെ ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ അത് പൊട്ടി ചിതറിപ്പോവാണ്. അങ്ങനെ അടുത്തതായിട്ട് ഷാഗി പുറത്തേക്ക് എടുക്കുന്നത് ഫ്രെഡിന്റെ ആത്മാവിനെയാണ്. അതിനുശേഷം അതിനെ അവൻ വിടുന്നു. അങ്ങനെ ഫ്രെഡിന്റെ ആത്മാവ് ഇപ്പം ഫ്രെഡിനെ അന്വേഷിച്ചു പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും ഫ്രെഡ് ആണെങ്കിൽ ഒരു റൂമിന്റെ അകത്ത് കയറി വാതിലടച്ചു. അതുകൊണ്ട് തന്നെ ആത്മാവിന് അതിനുള്ളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അടുത്തതായിട്ട് ഷാഗി എടുക്കുന്നത് ഡാഫ്നിയുടെ ആത്മാവിനെയാണ്. എന്നിട്ട് അതിനെ അവർ റിലീസ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ആത്മാവ് അവളുടെ ബോഡിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഇതേ സമയം തന്നെ വെൽമയാണെങ്കിൽ ഡാഫ്നിയുടെ അടുത്താണ്. ആ ആത്മാവ് അങ്ങോട്ട് വരുന്നത് അവളും കാണുന്നുണ്ട്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഫ്നിയെ പിടിച്ചിട്ട് ഒരു റൂമിന്റെ അകത്തേക്ക് ആക്കി. എന്നിട്ട് ആ ആത്മാവ് അകത്തേക്ക് കയറുമ്പോൾ അവൾ വേഗം തന്നെ ഡോർ ക്ലോസ് ചെയ്തു. അങ്ങനെ ആ ആത്മാവ് ഡാഫ്നിയുടെ ശരീരത്തിലേക്ക് കയറി. അതോടുകൂടെ ആ ജീവി പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയം വെൽമ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനൽ അങ്ങോട്ട് ഓപ്പൺ ആക്കി കൊടുത്തു. അതോടുകൂടെ ആ സൂര്യപ്രകാശം അടിച്ചിട്ട് ആ ജീവിയും ചത്തുപോയി. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഡാഫ്നിയുടെ ശരീരത്തിലേക്ക് കയറിയിരിക്കുന്നത് ഫ്രെഡിന്റെ ആത്മാവാണ്. ഇപ്പൊ ഫ്രെഡിന്റെ ശബ്ദത്തിലാണ് അവൾ സംസാരിക്കുന്നത്. ഈ സമയം തന്നെ ഫ്രെഡ് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഡാഫ്നിയുടെ ആത്മാവ് അവന്റെ ശരീരത്തിലേക്ക് കയറുന്നത്. അങ്ങനെ എല്ലാവരും ഇപ്പൊ അവിടെയുള്ള ഒരു കാട്ടിലെത്തി. ഈ സമയത്താണ് ഷാഗി അവിടെ ഉണ്ടായിരുന്ന പിരമിഡുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അവൻ ആ പിരമിഡ് അവരുടെ മുന്നിലേക്ക് വെച്ചതോടുകൂടെ അവരുടെ ശരീരത്തിലുള്ള ആത്മാക്കളൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അതിങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങിയിട്ട് ആ ആത്മാക്കളുടെ ഒറിജിനൽ ശരീരത്തിന്റെ അകത്തേക്ക് തന്നെ കയറുകയാണ്. അങ്ങനെ എല്ലാവരും ഇപ്പൊ പഴയതുപോലെ തന്നെയായി. ഈ സമയത്താണ് ബീച്ചിൽ നിന്നൊരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട ഉടനെ അവരങ്ങോട്ട് പോവാണ്. അവരവിടെ ചെന്ന് നോക്കുമ്പോൾ അത് നേരത്തെ അവർ ആ കോട്ടയിലേക്ക് പറഞ്ഞു വിട്ട ആളാണ്. ഇവർ വിചാരിക്കുന്ന പോലെ അയാൾ ഒരു വില്ലനല്ല. അയാൾ അവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതുപോലത്തെ ആചാരങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പൊ അവരങ്ങോട്ട് ചെല്ലുമ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇന്ന് ഇവിടെ ഒരു ആചാരക്രിയ നടത്തുന്നുണ്ട്. അതിൽ അവർ വിജയിച്ചു കഴിയുകയാണെങ്കിൽ പിന്നെ ഈ ഭൂമി ഭരിക്കാൻ പോകുന്നത് ആ ഭീകരജീവികളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത്.
അതെല്ലാം കേൾക്കുമ്പോൾ വെൽമ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പിരമിഡ് ഓപ്പൺ ആക്കി. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ആചാരക്രിയകളൊക്കെ നടത്തുന്നവരുടെ ലീഡർ ആ പ്രോട്ടോപ്ലാസ്റ്റിലുള്ള ആത്മാക്കളൊക്കെ ഉപയോഗിക്കുന്നത് ഒരു എനർജി സോഴ്സ് ആയിട്ടാണ്. എന്നാൽ അയാൾക്ക് ഈ ആചാരക്രിയകൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്യുവർ ആയിട്ടുള്ള ആത്മാവിനെ വേണം. അത് കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ ആ ക്രിയകളൊക്കെ സക്സസ്ഫുൾ ആവത്തുള്ളൂ. അതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവൾ അത് വായിച്ചു കഴിയുമ്പോൾ ഫ്രെഡ് ചോദിക്കുന്നത് പ്യുവർ ആയിട്ടുള്ള സോളോ, അങ്ങനെ ഒരു ആത്മാവിന് ഇവർക്ക് എവിടുന്ന് കിട്ടുന്നതാണ്? അതിന് വെൽമ മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്യുവർ ആയിട്ടുള്ള ആത്മാവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റേത് തന്നെ വേണമെന്നില്ല, മൃഗങ്ങളുടേതും ആവാമെന്നാണ്. ഈ സമയത്താണ് അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആവുന്നത്. അതായത് ഈ ആചാരക്രിയ നടത്തുന്നവരുടെ ലീഡർ എന്ന് പറയുന്നത് ആ എമിലാണ്. അവരിപ്പോൾ അന്വേഷിക്കുന്നത് സ്കൂബിഡൂവിന്റെ ആത്മാവിനെയാണ്. അവനെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അയാളിപ്പോൾ ഇവരുടെ ടീമിനെ തന്നെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ആ എമിലിന്റെ ആചാരക്രിയകളൊക്കെ തടയണം. അതിനുവേണ്ടി അവർ വേഗം ആ ഗുഹയിലേക്ക് പോവാണ്. എന്നിട്ട് അത് തടയാൻ വേണ്ടി അവർ ചില സെറ്റപ്പൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അവർ ആ ഗുഹയുടെ റൂഫിലായിട്ട് ചില കയറുകളൊക്കെ വലിച്ചു കെട്ടാണ്. മാത്രമല്ല ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സാധനം കൂടെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ എമിലും അയാളുടെ ആൾക്കാരും അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ഷാഗിയെയും കൂട്ടരെയും പിടിച്ചു. എന്നാൽ ഡാഫിനെ അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഫ്രെഡിനെയും കൂട്ടരെ അവിടെ പിടിച്ചു വെച്ച് കഴിയുമ്പോൾ അവരിപ്പോൾ സ്കൂബി അങ്ങോട്ട് കൊണ്ടുവരാണ്. എന്നാൽ സ്കൂബിയെ 4 പേര് ചേർന്നിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അതിലൊരാൾ ഷാഗിയായിരുന്നു. എങ്ങനെയെങ്കിലും നൈസായിട്ട് അവൻ അവിടെ നിന്ന് രക്ഷിക്കണം, അതാണ് ഷാഗിയുടെ ഉദ്ദേശം. എന്നാൽ സ്കൂബി അവിടെ നിന്ന് റിലീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ ആത്മാവിനെ വലിച്ചെടുക്കുന്ന ആ മെഷീൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് സ്കൂബിയുടെ ശരീരത്തിൽ നിന്നും അതിന്റെ ആത്മാവിനെ പുറത്തേക്ക് എടുത്തു. ഈ സമയമാകുമ്പോഴേക്ക് എമിലാണെങ്കിൽ ആ പിരമിഡ് വെച്ചിട്ട് അയാളുടെ ക്രിയകളൊക്കെ തുടങ്ങി. അതോടുകൂടെ ആ പ്രോട്ടോപ്ലാസ്റ്റിലുള്ള ആ ആത്മാക്കൾ മൊത്തം പുറത്തേക്ക് വരാണ്. അങ്ങനെ അത് വളരെ വേഗത്തിൽ അയാളുടെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ അതുമാത്രം കയറിയിട്ട് കാര്യമില്ല, സ്കൂബിയുടെ ആത്മാവും കൂടെ അയാളുടെ ശരീരത്തിലേക്ക് കയറണം, എങ്കിലേ ഈ ക്രിയ പൂർണ്ണമാവത്തുള്ളൂ. എന്നാൽ സ്കൂബിയുടെ ആത്മാവിനെ അയാൾ വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഷാഗി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാടിയിട്ട് ആ മെഷീനെ മുകളിൽ പിടിക്കുകയാണ്. അതോടുകൂടെ അത് കറങ്ങി തിരിഞ്ഞിട്ട് അവൻ നേരെ ആ എമിലിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവൻ അയാൾ ഇടിച്ച് തെറിപ്പിക്കുന്നു. അതോടുകൂടെ അയാൾ ബോധം കെട്ട് താഴേക്ക് വീഴാണ്. ഈ സമയമാകുമ്പോഴേക്കും സ്കൂബിയുടെ ആത്മാവ് അവിടുന്ന് റിലീസായി. അത് വേഗം തന്നെ സ്കൂബിയുടെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ എമില് താഴേക്ക് വീഴുമ്പോൾ ഫ്രെഡും വെൽമയും കൂടെ അയാളുടെ അടുത്തേക്ക് എത്തി. എന്നാൽ ഈ സമയം അവർ നോക്കുമ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ എമിൽ എന്ന് പറയുന്നത് ഒറിജിനൽ ആളല്ല, അയാൾ ഒരു മാസ്ക് ആണ് ധരിച്ചിരിക്കുന്നത്. അവൻ ആ മാസ്ക് മാറ്റി നോക്കുമ്പോൾ അതൊരു റോബോട്ടായിരുന്നു. ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണെന്നും കൂടെ അറിയുമ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോയി. അത് ആ സ്ക്രാപ്പി ഡൂ ആയിരുന്നു. അവനാണ് ഈ കാര്യങ്ങൾ മൊത്തം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവൻ ഉടനെ തന്നെ ആ റോബോട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ സ്കൂബിയുടെ ആത്മാവിനെ കിട്ടിയിട്ടില്ലെങ്കിലും ആവശ്യത്തിനുള്ള എനർജി അവൻ വലിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വളർന്ന് വലുതാവാൻ തുടങ്ങി. അങ്ങനെ സ്ക്രാപ്പി ഡൂ ഇപ്പം ഒരു ഭീമാകാരനായിട്ടുള്ള ഡോഗായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ഷാഗിയെയും കൂട്ടി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവരാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇതേ സമയം തന്നെ ഡാഫിനി ആണെങ്കിൽ ആ ഗുഹയ്ക്ക് മുകളിലാണ്. അവൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ജിമ്മൻ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അവൾ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും സ്ക്രാപ്പി ആണെങ്കിൽ സ്കൂബിയെ പിടിച്ചു. എന്നിട്ട് ആ മെഷീൻ വെച്ചിട്ട് അവന്റെ ആത്മാവിനെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും മുകളിൽ നിന്നും ഡാഫിനി ആ ജിമ്മനെ ഇടിച്ചിട്ട് ആ മുകൾ ഭാഗത്തുള്ള ഓപ്പണിങ്ങിലേക്ക് ഇട്ടു. അതോടുകൂടെ അത് മൊത്തം തകർത്ത് ആ ജിമ്മൻ നേരെ ആ പ്രോട്ടോപ്ലാസ്റ്റിലേക്കാണ് വീഴുന്നത്. അതോടുകൂടെ ആ പ്രോട്ടോപ്ലാസ്റ്റിലുണ്ടായിരുന്ന ആത്മാക്കളൊക്കെ റിലീസ് ആവുകയാണ്. അങ്ങനെ ആ ആത്മാക്കളൊക്കെ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ശരീരത്തിലേക്ക് കയറി. അങ്ങനെ അവരൊക്കെ നോർമൽ അവസ്ഥയിലേക്ക് മാറുകയാണ്. അങ്ങനെ ആത്മാക്കളൊക്കെ ശരീരത്തിലേക്ക് കയറുമ്പോൾ അതിൽ നിന്നും ആ ഭീകര ജീവികൾ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ആ ജീവികളൊക്കെ അവിടെയുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മുകളിൽ നിന്നും ഡാഫിനി ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന സാധനം താഴേക്ക് ഇടുന്നത്. അങ്ങനെ അവിടെ പ്രകാശം വരുന്നതോടുകൂടെ ആ ജീവികളൊക്കെ ചത്തുപോവുകയും ചെയ്തു. ഈ സമയം സ്ക്രാപ്പി ആണെങ്കിൽ നേരെ ഫ്രെഡിനെ പിടിക്കാനാണ് പോകുന്നത്. എന്നാൽ അതിനിടയിലാണ് ഷാഗി ഒരു കാര്യം ചെയ്യുന്നത്. ആ ആത്മാവിനെ പുറത്തേക്ക് എടുക്കുന്ന ആ മെഷീൻ ഉണ്ടല്ലോ, അവൻ അത് നേരെ സ്ക്രാപ്പിയുടെ ശരീരത്തിലേക്കാണ് വിടുന്നത്. അങ്ങനെ ആ സാധനം സ്ക്രാപ്പിയുടെ ശരീരത്തിൽ കൊള്ളുമ്പോൾ അവന്റെ അകത്തു നിന്നും ആ എനർജി മൊത്തം വെളിയിലേക്ക് പോവാണ്. അങ്ങനെ ആ എനർജി മൊത്തം പോയി കഴിയുമ്പോൾ ഒരു ബലൂണിലെ കാറ്റ് ഒഴിച്ചു വിടുന്ന പോലെ സ്ക്രാപ്പി ഇങ്ങനെ ചെറുതാവാൻ തുടങ്ങി. അങ്ങനെ അവനിപ്പം പഴയ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നിട്ടും അവന്റെ അഹങ്കാരം തീർന്നിട്ടില്ല. സ്കൂബി അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് അവൻ ശ്രമിക്കുന്നത്. എന്നാൽ സ്കൂബി ആണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അവൻ അവിടെ നിന്ന് തെറിപ്പിച്ചു കളയുന്നു. അങ്ങനെ ആത്മാക്കളൊക്കെ തിരിച്ചു കിട്ടിയോണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല സന്തോഷത്തിലാണ്. ഈ സമയത്താണ് അവിടെ മൂടി വെച്ചിരിക്കുന്ന ഒരു ഡോറിൽ നിന്ന് ഒരു തട്ട് കേൾക്കുന്നത്. ഷാഗിയാണ് അത് തുറന്നു കൊടുക്കുന്നത്. അതിനകത്തുണ്ടായിരുന്നത് എമിലായിരുന്നു. ഇതാണ് അയാളുടെ യഥാർത്ഥ രൂപം. അയാളിപ്പോൾ പറയുന്നത് 2 വർഷമായിട്ട് ആ പട്ടിക്കുഞ്ഞൻ എന്നെ ഇതിനകത്ത് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. ആ സ്പൂക്കി ഐലൻഡിന്റെ മിസ്റ്ററി അവർ സോൾവ് ചെയ്തു. അതിനെ തുടർന്ന് കുറെ പത്രക്കാരൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പോലീസുകാരാണെങ്കിൽ സ്ക്രാപ്പിയെയും അവന്റെ ആളുകളെയൊക്കെ ഒരു ഹെലികോപ്റ്റർ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഈ സമയം അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പത്രക്കാരുടെ അടുത്ത് അവർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഫ്രെഡാണ് സംസാരിക്കാറുള്ളത്, എല്ലാം ഞാനാണ് ചെയ്തതെന്നുള്ള ഭാവത്തില്. എന്നാൽ ആ ഒരു കാര്യം വെൽമയ്ക്ക് ശരിക്കും ഹേർട്ട് ആയിട്ടുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പൂക്കി ഐലൻഡിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് പറയാൻ വേണ്ടി അവൻ വെൽമയുടെ അടുത്താണ് പറയുന്നത്. ഫ്രെഡ് ആ കാര്യം അവളെ ഏൽപ്പിക്കും എന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രെഡ് അത് പറയുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ ഉടനെ തന്നെ അവിടെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും അവൾ പത്രക്കാരുടെ അടുത്ത് പറയാണ്.
അങ്ങനെ എല്ലാ ഈഗോയും ഒഴിവാക്കി ആ ടീം ഇപ്പോൾ പഴയതുപോലെയായി. അതിന്റെ ആ സന്തോഷം ആഘോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവര്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയടയ്ക്കാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.